ഒരു മനുഷ്യൻ നന്നാകുന്നത് ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും എല്ലാവരോടും ചെന്ന് തുറന്നടിച്ച് പറയരുത്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, പറഞ്ഞാൽ തന്നെ അവർ നിങ്ങളോട് പുറമേ അയ്യോ അങ്ങനെയാണോ, അങ്ങനെ സംഭവിച്ചോ, അയ്യോ അത് കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ മനസ്സിൽ അതാവില്ല. പുറമെ നിങ്ങളോട് അവരതായിരിക്കും കാണിക്കുക, പറയുക കുഴപ്പമില്ല പോട്ടെ, നമുക്ക് പിന്നെ നോക്കാം അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവരുടെ മനസ്സിലതാവില്ല. അവരുടെ മനസ്സിൽ നേരെ മറിച്ചായി അവർ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ തന്നെ വേണം നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, അങ്ങനെയൊക്കെ ഒരു മൈൻഡാവും നിങ്ങളുടെ മനസ്സിൽ. അതും പറഞ്ഞ് അവർ നിങ്ങളെ സമാധാനിപ്പിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ആവില്ല, മറിച്ചായിരിക്കും അവർ ചിന്തിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മൾ ആരോടും തുറന്നടിച്ച് പറയരുത്. നമ്മൾ നന്നാവുന്നത് ബേസിക്കലി ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ബിസിനസ് തുടത്തി അതിൽ മെച്ചപ്പെട്ട് വന്നു. ആ മെച്ചപ്പെട്ട് വന്നതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ചെറിയൊരു തകർച്ചയൊക്കെ ഉണ്ടാകും. ബിസിനസ്സല്ലേ, തകർച്ചയൊക്കെ ഉണ്ടാകും. അത് നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് ചെന്നിട്ട് നമ്മളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, ബേസിക്കലി കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരോടും നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് തുറന്നടിച്ചിട്ട് ഒന്നും പറയരുതെന്ന്. പക്ഷേ അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിന്ന് നമ്മൾ പൊരുതി നമ്മുടെ വിജയം കാണിച്ചു കൊടുക്കണം. നമ്മളെ ആകാത്തത് പറഞ്ഞവർ നമ്മളെ പറ്റി നല്ലത് തന്നെ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അവർക്ക് നമ്മൾ എന്താണെന്നോ നമ്മുടെ ഉയർച്ച എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ബിസിനസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി എന്ന് വരും. അതൊന്നും കാര്യമാക്കരുത്, തളരരുത്. നമ്മൾ മുന്നിട്ട് നിന്ന് തന്നെ പൊരുതി നല്ലൊരു ഉയർച്ച അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അതാണ് യഥാർത്ഥ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പിറകോട്ട് നിൽക്കരുത്. അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഒരിക്കലും പിറകോട്ട് നിൽക്കരുത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.